ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫ്രീസറിൽ വെക്കണം. അങ്ങനെ മീനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് നാരങ്ങ നന്നാരൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. മദ്രസ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ എന്തെങ്കിലും തണുത്തൊക്കെ കുടിക്കാൻ ചോദിക്കും. തണുത്തതെന്നല്ല, എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചതാണ്. അത് കഴിഞ്ഞ് അലക്കിയതൊക്കെ വിരിക്കാണ്ടായിരുന്നു, അതൊക്കെ വിരിച്ചു. പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയാണ്. ലഞ്ചിന് ഇന്ന് ചോറ് വെക്കുന്നില്ല, ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചപ്പാത്തി ആക്കാനാണ്. അതിനുവേണ്ടി മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം കറിപ്പരിപാടി നോക്കുകയാണ്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ചട്ടിയിൽ എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അയില വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അയില വെച്ചിട്ട് മുളകിട്ടതും തേങ്ങ അരച്ച കറിയൊന്നും അല്ല, വേറെ രീതിയിലാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ഉള്ളി വേണമെന്നില്ല, എന്നാലും ഉള്ളി ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ഗ്രേവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പകരം വേറെ സംഭവങ്ങളാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മീൻകറിയിലൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇത്തിരി ഒഴിച്ചു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്യാം, ആവശ്യമില്ല, കുരുമുളക് തന്നെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ പുളിപ്പും പിന്നെ എരിവിന് കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ. അതിന് ശേഷം ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. ഏത് മീനാണുള്ളത് അത് ഇട്ട് കൊടുക്കുക. മത്തി വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അയിലയാണ്, ചെറിയ അയിലയാണ്, അപ്പോൾ അത് പീസസ് ആക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. തല വേണ്ടെങ്കിൽ തല ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റാവും. അതിനുശേഷം ഇതാ ചപ്പാത്തി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, മോന് വീഡിയോ എടുത്തിരുന്നുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ കിച്ചണിൽ കുറേ സമയം നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതാ ചപ്പാത്തി വേഗം ഒരാൾ പരത്ത ഒരാൾ ചുടുമ്പോൾ വേഗം വേഗം കഴിയുമല്ലോ. അങ്ങനെ ഹസ്ബൻഡിന് വന്നാണ് ചുട്ട് തരാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ്റെ ക്ലിപ്പിൻ്റെ ഊരുന്ന ദിവസമാണെന്ന്. 2 ദിവസം മുന്നേ പോയിട്ട് അന്ന് ഇതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് അത് അഴിക്കുകയും പിന്നെ സിംഗിൾ ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവെടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഈവനിങ്ങിൽ. അപ്പോൾ ഇതാ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ക്ലിപ്പ് അഴിക്കൽ, ക്ലീനിങ്, പിന്നെ മറ്റേ ക്ലിപ്പിനുള്ള അളവ് ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണം ആ ഒരു ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊരു ബീച്ച് സൈഡിലേക്കാണ് പോയിട്ടുണ്ട്. ഈവനിങ് ആണല്ലോ, അപ്പോൾ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയുണ്ട്, അവിടെ കയറിയതാണ്. ബൂസ്റ്റും ഹോർലിക്സൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട ബജിയാണ്. അതിൽ ചട്നിയൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അവിടെ അത് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കഴിച്ചില്ല. ഇവർ രണ്ടുപേരും പഴം നിറച്ച് കഴിച്ചു. എനിക്കത് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ നല്ല തിരക്ക് തന്നെയാണ് എപ്പോഴത്തെയും പോലെ. വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ പറയണ്ട, ഫുള്ളാണ്. നമ്മളൊരു റൗണ്ട് കറങ്ങി, എവിടെയും പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇറങ്ങാൻ മടിയായി. അങ്ങനെ പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഉള്ള ഒരു പള്ളീൻ്റെ സൈഡിൽ നിർത്തിയതാണ്. പിന്നെ ഇറങ്ങാനും മടിയായി. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഒരു മുട്ടയിലെ ചെറിയ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാടമുട്ട. എന്നിട്ട് അത് കഴിച്ചു. അതും എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഒരെണ്ണം കഴിച്ച് നോക്കി, 1-2 കഴിച്ചു. പക്ഷേ എന്തോ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഫില്ലായില്ലല്ലോ, ഞാനൊന്നും കഴിക്കാത്തതുകൊണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ ശല്യം ചെയ്ത് ഹസ്ബൻഡിനെ കൊണ്ട് മോമോസ് വാങ്ങിപ്പിച്ചു. അങ്ങനെ അത് കഴിച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. അടിപൊളിയായിരുന്നു. ഞാനും മോനും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ മഗ്‌രിബൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.